ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ മുട്ട വെച്ചിട്ട് 2 സ്നാക്സാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട വേവിച്ച് തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആദ്യം എഗ് റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾക്ക് മുട്ടയുടെ മഞ്ഞക്കുരു ആവശ്യമില്ല. അപ്പോൾ മഞ്ഞക്കുരു മാറ്റിയിട്ട് ഈ ഷേപ്പിൽ നമ്മൾക്ക് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മഞ്ഞക്കരുവും പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം പീസായി പോകുന്ന വെള്ളക്കരുവും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് അടുത്ത സ്നാക്ക് ചെയ്യാം. ഇനി എഗ് റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവിൽ വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. പിന്നെ അല്പം പെരുങ്കായം വേണം. ഞാനിവിടെ LGൻ്റെ പെരുങ്കായമാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് നമ്മൾക്ക് ഈ കടലപ്പൊടിൻ്റെയും പിന്നെ കോൺഫ്ലവറിൻ്റെയും ചില്ലി പൗഡറിൻ്റെയും ഒക്കെ വ്യത്യാസത്തിൽ മാറ്റം വരുത്താം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കും അല്ല എന്നാൽ അത്ര തിന്നും അല്ലാത്ത രീതിയിൽ നമ്മൾക്കത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിൽ എണ്ണ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾക്ക് എഗ് റിംഗ്സ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ എപ്പോഴും എന്തെങ്കിലും ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കുന്നത് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സൈഡ് ആയതിന് ശേഷം നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കരിഞ്ഞു പോകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്ന മാവുണ്ടല്ലോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ പീസസ് എല്ലാം ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ ഞാനൊരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ, അതും ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം അതിലേക്ക്. പിന്നെ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യം വരും, അതും കൂടെ ചേർത്ത് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം. അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് നമ്മുടെ പക്കോട ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒന്നും വേസ്റ്റ് ചെയ്യാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. പിന്നെ ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ട കൊണ്ട് ഞാൻ 2 പ്ലേറ്റ് സ്നാക്സാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.